ഇന്ന് നമ്മൾ GeekBoZ കയറി ഒരു PC ബിൽഡ് ചെയ്താലോ എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഗൈസ് ഇതാ ഇവിടെ പ്രവീണുണ്ട്, നിവിൻ. ഇന്ന് ഏത് ബിൽഡാണ് ചെയ്യണത്? ഏതാ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഏത് ക്യാമറ? ഏതാ? ക്വാഡ്സ്റ്റെല്ലാറിൻ്റെ ഒരു ബിൽഡാണത്, അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ വീഡിയോയിലോട്ട് നേരെ പോകാം. പോകുന്നതിന് മുമ്പ് ഇവിടെ കുറേ ഗ്രാഫിക്സ് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു 4070 ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോ നമുക്ക് കാണുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ. ഗൈസ് ഇതാ ഇവിടെ നമ്മുടെ റോഷൻ ഇവിടെ ഇരുന്ന് ഇതാ ഗെയിംസ് ടെസ്റ്റ് ചെയ്യുകയാണ്. എന്താണ് റോഷൻ ചെയ്യുന്നത്? ഏത് ഗെയിമാണ് ടെസ്റ്റ് ചെയ്യുന്നത്? പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാനാണ് റോഷൻ. ഓക്കെ, അപ്പം റോഷനെയൊക്കെ പിന്നെ പരിചയപ്പെടാം. നമുക്കിതാ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഓണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സനുവും ആഷിക്കും ഇന്ന് ലീവാണ്. ഈദായതുകൊണ്ട് രണ്ടുപേരും ലീവാണ്. പക്ഷേ പിള്ളേരില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ PC ഇതാണ് നമ്മുടെ PC. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പം ഈ ഒരു വീഡിയോയിലാണ് നമ്മൾ ഈ ഒരു ക്യാബിനറ്റിനെ പറ്റി, ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ രണ്ട് ബ്യൂട്ടിഫുൾ PCയും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം 4090യും ഒരു 3080 Ti ആണ് കേട്ടോ. 7950X 3D ഒക്കെ വെച്ചിട്ടുള്ള ഒരു കിടിലൻ ബിൽഡാണ് ഇത് രണ്ടും. അപ്പം ഗൈസ് നേരെ ഈ ഒരു വീഡിയോയിലോട്ട് പോകാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമ്മൾ നേരെ നമ്മുടെ ക്യാമറ സെഗ്മെൻറ്റിലോട്ട് വിടാം. ഇല്ലടാ നിവിനെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഞാൻ ക്യാമറയുടെ അകത്തോട്ടേ പോട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചതുപോലെ തന്നെ ഡീപ് കൂളിൻ്റെ ക്വാഡ്സ്റ്റെല്ലർ എന്ന് പറയുന്ന ഒരു എമ്മണ്ടൻ ക്യാബിനറ്റിൻ്റെ PC ബിൽഡാണ്. ഈ ഒരു ബിൽഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ബിൽഡ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. കുറേയധികം കോംപ്ലക്സിറ്റി ഈ ഒരു ബിൽഡ് ചെയ്തപ്പം തന്നെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീഡിയോയുടെ ബാക്കിൽ നമ്മുടെ പ്രജീഷ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത് ക്വാഡ്സ്റ്റെല്ലർ ആയിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പം തന്നെ ഫാൻസിൻ്റെ അലൈൻമെൻറ്റ്, ലിക്വിഡ് കൂളറിൻ്റെ പ്ലേസ്മെൻറ്റ്, ഇതിലെല്ലാം കുറേയധികം കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ, എന്ത് സ്പെക്കാണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഫൈനൽ കാര്യങ്ങളും വീഡിയോയും ബി-റോൾസ് എവറിത്തിങ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ആബി ആൻഡ് യു വാച്ചിങ് GeekBoZ TV. ഗൈസ് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു പവർഫുൾ PCക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു CPU വേണം. ഏതായിരിക്കും CPU? 7950X 3D ആണ്. Ryzen 9 7950X 3D, വൺ ഓഫ് ദ ബെസ്റ്റ് പീക്ക് ഓഫ് ദ ലൈൻ. കാരണം ഈ ഒരു ക്യാബിനറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് പ്രോസസ്സർ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. 7950Xും 7950X 3Dയും തമ്മിൽ നിയർലി 10,000 റുപ്പീസിൻ്റെ ഗ്യാപ്പേ വരുന്നുള്ളൂ എന്നുള്ളത് വളരെയധികം നമുക്ക് എന്താ പറയുക കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. മോർ ഓവർ ഇതിൻ്റെ പെർഫോമൻസ് വൈസ് നല്ല രീതിയിലുള്ള വ്യത്യാസം 3D സീരീസിനുണ്ട്. അപ്പോൾ ഈ ഒരു പവർഫുൾ PCയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 7950X ആണ്, 3D ആണ് കേട്ടോ. അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ദാറ്റ് ഔട്ട്. ഗൈസ് അടുത്തത് നമ്മുടെ മദർ ബോർഡ്. പവർഫുൾ PCക്ക് എപ്പോഴും വേണ്ടത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മദർ ബോർഡ് ആയിരിക്കണമല്ലോ അല്ലേ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അസൂസിൻ്റെ X670 ഈ ഗെയിമിംഗ് വൈഫൈ ആണ്. ഞാൻ പഴയ ബിൽഡ് പലതിൻ്റെയും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ സ്റ്റിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ പോലും ആൾക്കാർ കൂടുതലും ഡിമാൻഡ് ചെയ്ത് എടുക്കുന്ന ഒരു ബോർഡാണ് X670. അസൂസിൻ്റെ സ്ട്രിക്സ് ആണ് കേട്ടോ. റോക്ക് സ്ട്രിക്സിൽ ഏറ്റവും പ്രീമിയം പ്രൊമിനൻ്റ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു മദർ ബോർഡാണ് നമ്മുടെ ഈ ഒരു ബിൽഡിന് ഉപയോഗിച്ചിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഫുൾ വ്യൂ കിട്ടാനായിട്ടുള്ള ഇപ്പോൾ NZXTയുടെ H9 ആയിക്കോട്ടെ, മറ്റുള്ള ക്യാബിനറ്റ്സിനൊക്കെ ആണെങ്കിൽ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ വളരെയധികം വിസിബിലിറ്റി ഉണ്ടാവും. ഈ ഒരു ക്യാബിന് അത്രയും വിസിബിലിറ്റി ഇല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ സൈഡ് വ്യൂ ഒക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു ബോർഡ് നമുക്ക് ഡീറ്റെയിൽഡ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ബോർഡിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ ഒരു ബേസിക് മദർ ബോർഡ് തൊട്ട് ടോപ്പ് ഓഫ് ദ ലൈൻ മദർ ബോർഡ് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതേപോലത്തെ ഒരു മദർ ബോർഡിൽ എന്തായാലും ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമായിരിക്കും. അപ്പോൾ നേരെ നമ്മുടെ ബോർഡിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, വളരെ എക്സ്പെൻസീവ് സൈഡാണ്. നിങ്ങൾ ഇതേപോലത്തെ ഒരു ബിൽഡൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഗൈസ് അടുത്തത് മെമ്മറിയാണ്. മെമ്മറി ആയിട്ട് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് കോർസെയർ വെഞ്ചൻസിന്റെ 32GB രണ്ട് സ്റ്റിക്സ് ആണ്. 64GB ആണ് ഇപ്പോൾ നിലവിൽ ഞാൻ ഈ ഒരു ബിൽഡിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 6GB റാം വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഇറ്റ്സ് അപ് ടു യു. ഞാൻ ഇതിന് നോൺ 6GB ആണ് വെച്ചിരിക്കുന്നത്. കോർസെയറിന്റെ വെഞ്ചൻ സീരീസ് 5600 MHz ആണ് റാമിന്റെ ഫ്രീക്വൻസി വരുന്നത്. ഇനി ഫ്യൂച്ചറിൽ 128GB വരെ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു പർപ്പസ് പറഞ്ഞത് കൊണ്ടാണ്, ക്ലയൻറ്റ് റിക്വയർമെന്റ് ആണ് കേട്ടോ. പ്യൂർലി ദിസ് ഈസ് എ ക്ലയൻറ്റ് റിക്വയർമെന്റ്. അതുകൊണ്ടാണ് 64GB റാം ഡുവൽ സ്റ്റിക്ക് അറയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് സ്റ്റോറേജ് ആണ്. എല്ലാ PCസിലും വളരെയധികം സ്റ്റോറേജ് വേണം. ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ആദ്യം 4TB നമ്മൾ വെക്കാമെന്ന് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഹൂ ഈസ് ഗോയിങ് ടു യൂസ് ദാറ്റ് മച്ച് ഹാർഡ് ഡിസ്ക്? അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി വന്നപ്പോഴത്തേക്ക് നമ്മളിവിടെ രണ്ട്
1 TB SSD M.2 NVMe Gen 4 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും കിങ്സ്റ്റൺ SSD ആണ് കേട്ടോ. KC3000 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രേക്ഷകർ പറഞ്ഞ പോലെ S70 ബ്ലേഡിനെക്കാട്ടി കുറെ കൂടെ ബെറ്റർ പെർഫോമൻസും റിലയബിലിറ്റിയും നമുക്ക് KC3000 ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് KC3000 ഈ ഒരു ബിൽഡിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി സാംസങ്ങോ WDO അല്ലെങ്കിൽ വാട്ട് എവർ SSD കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ സ്റ്റിൽ വി മാനേജ് ടു ഡു വിത്ത് കിങ്സ്റ്റൺ. ഗൈസ്, അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ബിൽഡിന് വേണ്ടതാണ് പവർ സപ്ലൈ. പവർ സപ്ലൈ ആയിട്ട് നിങ്ങൾക്കറിയാം 7950X3D ഉണ്ട്, ഗ്രാഫിക്സ് കാർഡ് അത്യാവശ്യം വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡാണ്, ക്യാബിനറ്റ്, ലിക്വിഡ് കൂളർ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പവർ സപ്ലൈ എന്തായാലും ഈ ഒരു ബിൽഡിന് വേണം. ഇതിലെടുത്തിരിക്കുന്നത് കൂളർ മാസ്റ്റർ വാട്ട്സിൻ്റെ 10050 1050 Ti ഗ്രാഫിക്സ് കാർഡ് അല്ല കേട്ടോ, 1050 എന്ന് പറയുന്നത് PSU ആണ്. അതിൻ്റെ കൂടെ PCയുടെ കേബിളും വരുന്നുണ്ട്, ഹൈ പവർ കേബിൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദാറ്റ്സ് ബെറ്റർ, നമുക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡാണ്. ഈ ഒരു PC ബിൽഡിൽ ഞാൻ എടുത്തിരിക്കുന്നത് Zodagന്റെ RTX 4070 Ti ആംപ് എയറോ എഡിഷൻ ആണ്. 4070 Ti എന്തുകൊണ്ട് എടുത്തു എന്ന് വേണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ബിൽഡ് ഒരു 2K മോണിറ്ററിലാണ് ഈ ഒരു ക്ലയൻറ്റ് ഉപയോഗിക്കാൻ പോകുന്നത്. 2K റെസൊല്യൂഷൻ പുൾ ചെയ്യാനായിട്ട് 1480 വാങ്ങിച്ച് വെക്കുന്നത് ലൈക്ക് ഔട്ട് ഓഫ് ദ മൈൻഡ്. അതുകൊണ്ടാണ് 4070 Ti ഉപയോഗിച്ചിരിക്കുന്നത്. 4070 Ti തന്നെ വെൽമിംഗ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം 4K പോലും നമുക്ക് ഗെയിം കളിക്കാനായാലും എന്താ പറയുക, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായാലും ഇത് മോർ ദാൻ ഇനഫ് ആണ്. ബട്ട് സ്റ്റിൽ ഇവിടെ 2K മോണിറ്റർ ഉപയോഗിക്കുമ്പോൾ ദിസ് ഈസ് ഫോർ ഫ്യൂച്ചർ പ്രൂഫ്. 5 വർഷത്തേക്ക് ഇനി ഒന്നും നോക്കണ്ട എന്നുള്ള രീതിയിലാണ് 4070 Ti ആംപ് എയറോ എഡിഷൻ വെച്ചിരിക്കുന്നത്. പിന്നെ ദ ബെസ്റ്റ് പാർട്ട് ഈസ് Zodag ഈസ് പ്രൊവൈഡിങ് 5-year വാറണ്ടി. അപ്പം 5-year ഫ്യൂച്ചർ പ്രൂഫ് മാത്രമല്ല 5-year വാറണ്ടി അഷുറൻസും ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൈസ്, അടുത്തത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ലിക്വിഡ് കൂളർ. അസൂസിൻ്റെ മദർ ബോർഡ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വേറെയും ലിക്വിഡ് കൂളേഴ്സ് ആയിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച കോസേറോ NZXT അല്ലെങ്കിൽ വേറെ ഏത് ബ്രാൻഡ് വേണോ എനിക്ക് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മൾ ഈ ബിൽഡിന് ഉപയോഗിച്ചിരിക്കുന്നത് അസൂസിൻ്റെ Ryzen 2 എന്ന് പറയുന്ന ഒരു ഇൻ ഡിസ്പ്ലേ ഉള്ള ഒരു ലിക്വിഡ് കൂളറാണ്. അപ്പോൾ ഈ ഒരു ലിക്വിഡ് കൂളറിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയും ലൈനിങ്, അതിൻ്റെ കേബിൾ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാക്ക്, ഇതെല്ലാം ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ലിക്വിഡ് കൂളറുണ്ട്. കോർസെയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ H150i വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പടി മുന്നിലാണെന്ന് തന്നെ നമുക്കിത് പറയേണ്ടി വരും. കാരണം അത്രയും നല്ല രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട്സ് നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ലിക്വിഡ് കൂളർ സോഫാർ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ചിലർക്ക് അത് അഫോർഡബിലിറ്റി സ്കെയിലിൽ നോക്കുമ്പോൾ 20,000-25,000 രൂപ റേഞ്ചിൽ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ദാറ്റ്സ് വൺ ഓഫ് എ കൈൻഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് കൂളറാണ് നമ്മൾ ഈ ഒരു ബിൽഡിന് എടുത്തിരിക്കുന്നത്. ഗൈസ്, ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ക്യാബിനറ്റ് ആണ്. ഇത് കേരളത്തിലെ ഫസ്റ്റ് ക്യാബിനറ്റ് ബിൽഡാണ്. ഈ ഒരു ബിൽഡ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു PC ബിൽഡാണ്. ഇതേപോലെ 7950X3D വെച്ച് QUADSTELLARൽ ചെയ്യുന്നതെന്നും കൂടെ നിങ്ങൾ അറിയുക. ഈ QUADSTELLAR എന്ന് പറയുന്നത് ഡീപ് കൂളിൻ്റെ ബ്രാൻഡിൽ ഇറങ്ങുന്ന ഒരു മോഡലാണ്. ഒരു 2-3 വർഷം മുമ്പേ QUADSTELLAR എന്ന് പറയുന്ന മോഡൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് ആ സമയത്തൊക്കെ ഇതിന് ഓരോരോ വേർഷൻസും വേരിയേഷൻസും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലുപയോഗിച്ചിരിക്കുന്നത് QUADSTELLARൻ്റെ ഇൻഫിനിറ്റി എഡിഷൻ ആണ്. അപ്പോൾ ഇൻഫിനിറ്റി എഡിഷൻ എന്ന് പറയുന്നത് ഇതിൽ കുറേ ARGB ലൈറ്റിങ്ങും Type-C പോർട്ടും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ക്യാബിനറ്റിൻ്റെ സൈസാണ് ഇതിൽ വരുന്നത്. പക്ഷേ കാണുമ്പോൾ ഹ്യൂമങ്കസ് ആയിട്ടൊരു ഫീൽ ഉണ്ട്. ഈ ഹ്യൂമങ്കസ് ക്യാബിനറ്റാണ് നിങ്ങളിപ്പോൾ ഇതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാബിനറ്റാണ്. അതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇതുപോലത്തെയൊക്കെ PC ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വളരെയധികം കെയർഫുൾ ആയിരിക്കുക. ഈ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെന്റിലേഷന് വേണ്ടി സ്വിച്ചബിൾ വെന്റിലേഷൻ ഓപ്ഷൻസും ഈ ഒരു ക്യാബിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. 4 ഫ്ലാപ്സ് നമ്മളൊരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരും കേട്ടോ. അതേപോലെ തന്നെ Type-C, സൈഡ് ഗ്ലാസ്, എവറിത്തിങ് ഇതിനകത്തുണ്ട്. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ കസ്റ്റം ലൂപ്പോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഒരു ക്യാബിനറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വേണ്ടതും വേണ്ടാത്തതായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ക്യാബിനറ്റുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഓവർ എക്സാജറേറ്റ് ചെയ്ത് ഞാൻ പറയുന്നില്ല. ബട്ട് ഞാൻ എല്ലാ ബിൽഡുകൾക്കും ഈ ഒരു ക്യാബിനറ്റ് റെക്കമെൻഡ് ചെയ്യുന്നുമില്ല. അത് നിങ്ങൾ ആലോചിക്കുക. ഇതേപോലത്തെ ക്യാബിനറ്റ്സ് എടുക്കുന്ന ആൾക്കാർ ക്യാബിനറ്റ്, എൻ്റെ PCയുടെ ക്യാബിനറ്റ് അത്രയും പ്രൊമിനൻ്റ് ആയിരിക്കണം, ഐക്കോണിക് ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമേ ഇതേപോലത്തെ 30,000-40,000 രൂപയൊക്കെ മുടക്കുന്ന ക്യാബിനറ്റ്സ് കൊണ്ട് സത്യം പറഞ്ഞാൽ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഐക്കോണിക് ഫീൽ കൊണ്ടുവരാൻ മാത്രമാണ്.
Okay, അപ്പോൾ ഗൈസ് നമ്മളെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസും തകർപ്പൻ റീൽസ് ഒക്കെ അതിനകത്തുണ്ടാവും. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ഫോളോസ് ഓൺ ഇൻസ്റ്റാഗ്രാം. പിന്നെ ഇനി ഈ ഒരു പി സിയുടെ റിവ്യൂ അതിലുപരി ഇതിൻ്റെ ഗെയിം പ്ലേ ടെസ്റ്റിംഗ് ആണ്. നിങ്ങളിതാ കാണാൻ പോകുന്നതാണ് ഗെയിം പ്ലേ ടെസ്റ്റിംഗ്. ഗൈസ് ഇതിൽ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം 7950X 3D ആണ്. വാലോയിലൊക്കെ ആണെങ്കിൽ അറൗണ്ട് 400+ FPS എന്തായാലും കൺഫേംഡ് ആയിട്ട് കിട്ടുന്നൊരു പ്രോസസ്സർ തന്നെയാണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അറ്റ് മാക്സ് സെറ്റിംഗ്സ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ സെറ്റിംഗ്സും റെസൊല്യൂഷൻസും കുറയുന്ന പോലെ വേരിയേഷൻസ് വന്നേക്കാം. എന്നായാലും 360 Hz മോണിറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മോർ ദാൻ 500, 400, 500, 600 വരെ FPS വേരിയേഷൻസ് വരുന്നുണ്ട്. അതും ഓരോ ഗെയിമിനും ഓരോന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ കാണുന്ന ഗെയിം പ്ലേയിൽ നിങ്ങൾക്ക് കിട്ടുന്ന FPS നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. GTA പോലത്തെ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ സ്പെക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും 100 to 150 FPS പ്രതീക്ഷ മതി. കാരണം കൂടുതൽ FPS വേരിയേഷൻസ് അതിൽ വരാൻ ചാൻസ് ഇല്ല. അത് വേറൊന്നും കൊണ്ടല്ല, RPയുടെ കാര്യമാണ് പറയേണ്ടത്, റോൾ പ്ലേ സെർവേഴ്സിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അത് പൊതുവേ ഒരു 150, 200 FPS പ്രതീക്ഷിക്കാം. എന്നാൽ GTA ഓൺലൈൻ കളിക്കുകയാണെങ്കിൽ മോർ ദാൻ 300, 400 FPS വരെ കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. പിന്നെ മറ്റുള്ള ഗെയിംസ് ഇപ്പോൾ ഏതൊരു ഗെയിം ഇതിലെടുത്തിട്ട് കഴിഞ്ഞാൽ 2K റെസൊല്യൂഷനിൽ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ ഒരു 100, 150, 200 FPS ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. അതും വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിംസ് ഉപയോഗിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ FPS കിട്ടും എന്നുള്ളത് ഇത് ഈ ഒരു ബിൽഡിൻ്റെ മാത്രമല്ല ഈ സ്പെക്കിൻ്റെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ 40 സീരീസ് കാർഡ്സ് എടുക്കാനേ നിങ്ങൾ നോക്കാവൂ. 30 സീരീസിൻ്റെ എൻഡ് ഓഫ് ലൈഫ് ആയിട്ടുണ്ട്. ഇനി 30 സീരീസിൽ 3060, 3060 TA വരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഒരു 4070 നമ്മുടെ ആസൂസിൻ്റെ 4070 ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് 4070 ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്ന് നമുക്കൊന്ന് 4070 കൂടെ എടുത്തേ, അത് നോക്കട്ടെ. നിങ്ങൾക്ക് 4070 കാർഡ് ഞാൻ ഇനി കാണിച്ചില്ലെന്ന് പറയണ്ട. ഇതാണ് നമ്മുടെ 4070 കാർഡ്. ഇത് അസൂസിൻ്റെ 4070 ഡുവൽ OC കാർഡാണ്. റേറ്റ് അറൗണ്ട് ഒരു 54,000+ ടാക്സ് ഒക്കെ വരുന്നുണ്ട്. ഒരു 60 സംതിങ്, 64 63 സംതിങ് ആണ് റേറ്റ് വരിക. അപ്പം ഇതിൽ ഡുവൽ ഫാൻ എഡിഷൻ ആണ്. എന്നിരുന്നാൽ പോലും അസൂസിൻ്റെ കാർഡാണ്. OC പ്രൊഫൈലിൽ എനേബിൾഡ് ആയിട്ടുള്ളൊരു ഇതാണ് കൂളിംഗ് ഉള്ള ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു കാർഡ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് അൺഫോർച്ചുനേറ്റ്ലി പറ്റില്ല. കാരണം 2 കാർഡ്സാണ് ലോഞ്ചിന് വന്നത്. 2 കാർഡും ബിൽഡിന് വേണ്ടി നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ കാർഡ്സൊക്കെ വേണമെങ്കിൽ ഡു ഫോളോസ് ഓർ കോളസ് ഓൺ ഫ്രണ്ട് ലൈൻ നമ്പർ. ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക് ദിസ് വീഡിയോ, ഗിവ് us a thumbs up and subscribe in this button. അപ്പം ബട്ടണിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സ്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് സൈനിങ് ഔട്ട്.